സംസാരത്തിനിടെ പറഞ്ഞു വന്ന വിഷയം മറന്നുപോകുക, ചില സാധനങ്ങൾ എവിടെ വെച്ചെന്ന് മറക്കുക, ഇതൊക്കെ പ്രായത്തിൻ്റെതാണെന്ന് ചിലർ ചിന്തിക്കും. മറ്റു ചിലർ കോവിഡ് വന്നു പോയതിൻ്റെ ഓർമ്മക്കുറവാണ് എന്ന് കരുതി അങ്ങ് ആശ്വസിക്കും. പക്ഷേ സംഗതി അതൊന്നുമാകില്ല. വില്ലൻ ബ്രെയിൻ ഫോഗാകാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം കൂടി, ഒരു നോട്ടിഫിക്കേഷൻ നോക്കാൻ വേണ്ടി ഫോൺ എടുത്തിട്ട് മണിക്കൂറുകൾ ഒരേ ഇരിപ്പിൽ റീലുകൾ കണ്ടിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ സൂക്ഷിക്കുക, പണി കിട്ടാൻ സാധ്യതയുണ്ട്. അമിതമായ ഫോൺ ഉപയോഗം ചെറുപ്പക്കാർക്കിടയിൽ ബ്രെയിൻ ഫോഗിന് കാരണമാകുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ആദ്യം എന്താണ് ബ്രെയിൻ ഫോഗ് എന്നറിയണ്ടേ? ക്ഷീണം, ശ്രദ്ധയില്ലായ്മ, ഓർമ്മക്കുറവ് തുടങ്ങിയവയെല്ലാം കാരണം മസ്തിഷ്കം ആശയക്കുഴപ്പത്തിലാകുന്ന അവസ്ഥയാണ് ബ്രെയിൻ ഫോഗ്. ഇത് സാധാരണയായി ഉറക്കക്കുറവുള്ളവരിലും സമ്മർദ്ദം കൂടിയവരിലും പോഷകാഹാരക്കുറവുള്ളവരിലും ഒക്കെ കണ്ടുവരാറുണ്ട്. ചില ഹോർമോണുകളുടെ അളവ് പരിധിയിലും കൂടുന്നത് ബ്രെയിൻ ഫോഗിനിടയാക്കും. പക്ഷേ അമിതമായി സ്ക്രീൻ ടൈം ചെലവഴിക്കുന്നവരിൽ ഈ അവസ്ഥ ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. റീൽസ് കാണുന്നത് എങ്ങനെ ബ്രെയിൻ ഫോഗിന് കാരണമാകുന്നു എന്ന് നോക്കാം. ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ അമിതമായി ഉപയോഗിക്കുന്ന കുട്ടികളും ചെറുപ്പക്കാരും അവരിൽ അവരുടെ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ അളവിൽ ചില വ്യതിയാനങ്ങൾ വരികയും അത് ശ്രദ്ധക്കുറവിന് കാരണമാവുകയും ചെയ്യും. അത് ഒരുപക്ഷെ ഈ ബ്രെയിൻ ഫോഗിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. രാത്രി വൈകി മൊബൈൽ അടക്കമുള്ള ഉപകരണങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്ന വ്യക്തികളുടെ രാത്രിയിലത്തെ ഉറക്കത്തിന്റെ ഗുണനിലവാരം തടസ്സപ്പെടാം. ഉറക്കം ഇടയ്ക്കിടയ്ക്ക് ഉണരുന്ന അവസ്ഥ വരാം. രാത്രി വളരെ വൈകി ഉണരുന്നത് മൂലം ആവശ്യത്തിന് ഉറക്കം കിട്ടാത്ത അവസ്ഥ വരാം. അതും ബ്രെയിൻ ഫോഗിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. റീൽസ് പോലുള്ള ഷോർട്ട് വീഡിയോകൾ കണ്ടു തുടങ്ങിയാൽ സ്ക്രോൾ ചെയ്ത മണിക്കൂറുകൾ ഒരേ ഇരിപ്പ് പലരും ഇരിക്കും. ഇത് മസ്തിഷ്കത്തെ ക്ഷീണിപ്പിക്കുന്നു. ഭാവിയിൽ ഇവ ശ്രദ്ധക്കുറവിന് കാരണമാകുന്നു. പതിയെ ബ്രെയിൻ ഫോഗിലേക്കും വഴിമാറുന്നു. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങളെന്ന് നോക്കാം. അടിക്കടി ചെയ്യേണ്ട കാര്യങ്ങൾ മറന്നുപോകുക, ശരിയായ പദങ്ങൾ കണ്ടെത്താനുള്ള പ്രയാസങ്ങൾ, അമ്പരപ്പും ആശയക്കുഴപ്പവും അനുഭവപ്പെടുക, കഠിനമായ തലവേദന, പതിവിലും സാവധാനത്തിൽ കാര്യങ്ങൾ ചിന്തിക്കുക, മൂഡ് സ്വിങ്സ് എന്നിവയാണ് ബ്രെയിൻ ഫോഗിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ആവശ്യത്തിനുറക്കവും ശാരീരിക വ്യായാമവും കൃത്യമായ സ്ട്രെസ് മാനേജ്മെന്റും ഉണ്ടെങ്കിൽ ബ്രെയിൻ ഫോഗ് ചികിത്സിച്ച് ഭേദമാക്കാം. മേൽ സൂചിപ്പിച്ച പോലെ പല കാരണങ്ങൾ കൊണ്ട് ബ്രെയിൻ ഫോഗ് വരാം. പക്ഷേ അമിത ഫോൺ ഉപയോഗം കൊണ്ടുള്ള ഇത്തരം രോഗാവസ്ഥ ജീവിതശൈലിയിലെ മാറ്റത്തിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ്. ബ്രെയിൻ ഫോഗ് പരിഹരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രായോഗികമായി ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, 1 മണിക്കൂർ നേരമെങ്കിലും ദിവസേന സൂര്യപ്രകാശം കൊണ്ട് വ്യായാമം ചെയ്യുന്നത് ഉറപ്പുവരുത്തുക. 2, 8 മണിക്കൂർ നേരം ഉറങ്ങാൻ ശ്രദ്ധിക്കുക. കൃത്യമായി ഉറക്കം കിട്ടുന്നില്ല എങ്കിൽ നിദ്രാ ശുചിത്വ വ്യായാമങ്ങൾ, സ്ലീപ്പ് ഹൈജീൻ എക്സർസൈസസ് പ്രാക്ടീസ് ചെയ്യുക. കൃത്യമായ ഒരു സമയത്ത് ഉറങ്ങാൻ കിടക്കുക, കൃത്യമായ സമയത്ത് ഉണരുക. ഉറങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള 1 മണിക്കൂർ നേരമെങ്കിലും എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഒഴിവാക്കുക. വൈകിട്ട് 4 മണിക്ക് ശേഷം ചായ, കാപ്പി, കോള തുടങ്ങിയ മസ്തിഷ്ക ഉത്തേജക പദാർത്ഥങ്ങൾ പൂർണ്ണമായി വർജിക്കുക. ഉറങ്ങുന്നതിന് 5 മുതൽ 6 മണിക്കൂർ മുൻപ് 1 മണിക്കൂറെങ്കിലും ശരീരം വിയർക്കുന്ന രീതിയിൽ വെയിലുകൊണ്ട് വ്യായാമം ചെയ്യുക. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കുളിക്കുക. കിടക്കുന്നതിന് തൊട്ട് മുൻപ് എന്തെങ്കിലും ഒരു റിലാക്സേഷൻ വ്യായാമം, ദീർഘശ്വസന വ്യായാമം പോലെയുള്ളത് പ്രാക്ടീസ് ചെയ്യുന്നതും നല്ല ഉറക്കം കിട്ടാൻ സഹായകമാകും. ഇതോടൊപ്പം ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം ഒരു ദിവസം 1 മണിക്കൂർ നേരമായി പരിമിതപ്പെടുത്തുക. വ്യക്തികളുമായി, ജനങ്ങളുമായി, ആളുകളുമായി ആശയവിനിമയം നടത്തുകയും അവരോടൊപ്പം ചേർന്ന് സംഘടിതമായ ചില പ്രവർത്തനങ്ങൾ നടത്തുകയും വഴി ബ്രെയിനിലെ ഡോപ്പമിന്റെ അളവ് ആരോഗ്യകരമായ രീതിയിൽ വർദ്ധിക്കാനും അത് ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാനും കാരണമാകുന്നു. ഈ ബ്രെയിൻ ഫോഗ് പൂർണ്ണമായി ഒഴിവാക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. ഈ പറഞ്ഞ ജീവിതശൈലി ക്രമീകരണങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ മാറുന്നില്ല എങ്കിൽ മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയിലൂടെയും ഈ ബ്രെയിൻ ഫോഗ് മാറ്റിയെടുക്കാൻ സാധിക്കും. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയം ആരോഗ്യപൂർവ്വം ചെലവഴിക്കാനും ശ്രദ്ധിക്കുക.